Hi guys, welcome back to my channel Turbo. ഒരു ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ് ഫിലിമാണ്. വേറെ നിങ്ങളൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. നിങ്ങൾ അത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ആക്ഷൻ കോമഡി സിനിമയാണ്. അതിനുള്ള എല്ലാം ഒരു കോംബോ പാക്ഡ് തന്നെയാണ് ഈ സിനിമ. പടം ഡയറക്റ്റഡ് ബൈ വൈശാഖ്. യെസ്, ഇതിനു മുന്നേ മോൺസ്റ്റർ എന്ന് പറഞ്ഞ സിനിമയാണ് ഒരു ഗംഭീര പരാജയം തന്നെയായിരുന്നു. മോൺസ്റ്റർ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറും സീനിയേഴ്സ്, പുലിമുരുകൻ, ഇങ്ങനെ ഒരുപാട് ഒരു ആക്ഷൻ കോംബോ, മധുരരാജ, പോക്കർ രാജ, ഇതിൻ്റെയൊക്കെ ഒരു ആക്ഷൻ കോംബോ പാക്കായിട്ടുള്ള ഡയറക്ടറാണ്. ഓക്കെ, ഒരു മേക്കിംഗ് ഒക്കെ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. റിട്ടേൺ ബൈ മിഥുൻ മാനുവൽ തോമസ്. സ്റ്റോറിക്ക് ഓക്കെ, ചെറിയ പ്രാധാന്യം മാത്രമേ സ്റ്റോറിക്കുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു ഇൻവോൾവ്മെന്റ് കൊടുത്തിരിക്കുന്നത് ആക്ഷൻ സീക്വൻസിലാണ്. അതിനെപ്പറ്റി ഞാൻ പറയാം. പിന്നീട് മെയിൻ ക്യാരക്ടർ മമ്മൂട്ടിയുടെ പെർഫോമൻസിനെക്കാളും ആക്ഷൻ സീക്വൻസിലിട്ട ഒരു എഫേർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യം പറയാനുള്ളത്. കാരണം ഈ പ്രായത്തിൽ പുള്ളിക്കാരനിട്ട ആക്ഷൻ സീക്വൻസ് ഒന്നും നിസ്സാര കാര്യമല്ല, അന്യായ കാര്യം തന്നെയാണ്. ഒരു ആക്ഷൻ സീക്വൻസിലിട്ട ഒരു ഡെഡിക്കേഷൻ അത് എല്ലാ കടമയും പറയുന്നുണ്ട്. ആ സെറ്റിൽ കാണാൻ പോകുമ്പോൾ പറയുന്നുണ്ട്, രാവിലെ ഇറങ്ങും, അടി കൂടും, ഫൈറ്റ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങും, പിന്നെ കുറച്ച് പഞ്ച് കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ രാജ് പി ഷെട്ടി, എൻ്റെ അമ്മ, അങ്ങനെ ഒരു രക്ഷയില്ല കേട്ടോ. മലയാളം ഇൻഡസ്ട്രി വന്ന് കുലുക്കി അടിച്ചിട്ട് പോയി, അങ്ങനെ കിട്ടില്ല. ഡയലോഗ് ഡെലിവറി ആയാലും പക്ക, ബോഡി മൂവ്മെൻറ്റും ആക്ഷൻ സീക്വൻസിലൊക്കെ അങ്ങനെ തറമാണ് ആളാണെന്നുള്ള കാര്യം അങ്ങനെ തെളിയിച്ചിട്ടുണ്ട് രാജ് പി ഷെട്ടി. പിന്നെ സുനിലിനെ എനിക്കെന്തോ പോലെ അങ്ങനെ ഇല്ലാണ്ടാക്കി കളഞ്ഞ പോലെ എനിക്ക് കുറേ ഫീൽ ചെയ്തു പോയി സുനിലിനെ. കാരണം സുനിലിൻ്റെ ഒക്കെ മുന്നേ പുഷ്പയും പിന്നെ മാർക്കാണ്ടിലൊക്കെ നമ്മൾ അത്ര കണ്ട് കൈയടിച്ച ഒരാൾ, ഇതിലെനിക്ക് ആ ഒരു ഇൻവോൾവ്, ആ ഒരു പവർ പാക്ക് കൊടുത്തിട്ടാണെന്ന് എനിക്ക് തോന്നിപ്പോയി പുള്ളിക്കാരന് പേഴ്സണലി. പിന്നെ അഞ്ജന ഓക്കെ, സ്ഥിരം എനിക്ക് അഞ്ജന അങ്ങനെ വലിയ ഇമോഷണൽ എനിക്ക് എനിക്ക് വലിയ ഫീലും തോന്നിയിട്ടില്ല. ഇമോഷണൽ സീൻസ് ഒന്നും അഞ്ജനയ്ക്ക് അത് ഒട്ടും വർക്കൗട്ട് ആയിട്ടില്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ക്യാരക്ടർ റോളുണ്ട്, പക്ഷേ ആ ഒരു ഇമോഷണൽ ആയിട്ടൊന്നും എനിക്കൊന്നും വല്ല വർക്കൗട്ടൊന്നും ആയിട്ടില്ല. പിന്നെ ശബരീഷ് ഹാസ് ഡൺ എ നൈസ് ജോബ്, നല്ല റോള് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ബിന്ദു പണിക്കര റോളാണ്. എൻ്റെ മോനെ കിട്ടില്ല. ഒരു പുള്ളിക്കാരി മമ്മൂട്ടി മാത്രമാണ് ഇതിന് എൻ്റർടൈൻമെൻറ്റ് തരുന്നത്. പുള്ളിക്കാരിയും മമ്മൂട്ടിയാണ്. ആക്ച്വലി ബിന്ദു പണിക്കരുടെ റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ അമ്മയാണ്. പക്ഷെ എൻ്റെ അമ്മ എന്തൊരു കിട്ടില്ല ക്ലാസ് അമ്മയെന്ന് പറയാം, ഒരു രക്ഷയില്ല. ആ ഒരു സ്ലാങ്ങിൽ പറയുന്നതും ആ ഒരു ബോഡി ലാംഗ്വേജും അടിപൊളി. മമ്മൂട്ടിക്ക് പറ്റിയ ഒരു അമ്മ തന്നെയാണ്. കോംബോ ആയത് രണ്ടുപേരും, അത് കിട്ടില്ല. ബിന്ദു പണിക്കര ഞാൻ എടുത്തു പറയും, ആ മുമ്പും മറ്റേ റോഷാക്കിലൊന്ന് തകർത്തിട്ട് പോയി, ഇതിലും ഒന്ന് തകർത്തിട്ട് പോയി. മമ്മൂട്ടി ബിന്ദു പണിക്കര കോംബോ ഒക്കെ അടിപൊളി കോംബോ ആണ് കേട്ടോ, അടിപൊളിയാണ് സെറ്റ്. ബിന്ദു പണിക്കര എടുത്തു പറയും, വെരി നൈസ്, വെരി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പിള്ളേരുടെ കൂടെ ഇങ്ങനെ ജോളിയായിട്ടും മകൻ്റെ അടുത്ത് എന്തടേ അങ്ങനെ ആക്കുന്നത് നിങ്ങൾ മാറിയില്ല, ഇത് അനുസരിക്കുന്ന ആ ഒരു പവറായിട്ടുള്ളൊരു മകനും ഒരു അടിപൊളി ഒരു കോംബോ പാക്ക് തന്നെയായിരുന്നു, അടിപൊളി. ഈ ആക്ഷൻ സീക്വൻസ് ഞാൻ പറഞ്ഞില്ലേ, ആക്ഷൻ സീക്വൻസ് പറഞ്ഞാൽ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയാം. ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു പവർ കോംബോ എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ വൈശാഖിൻ്റെ പുലിമുരുകൻ്റെ അത്ര ഒരു റേഞ്ച് ഉറപ്പായിട്ടും ടച്ച് ചെയ്തിട്ടില്ല. കാരണം ആക്ഷൻ സീക്വൻസ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതിൽ ക്യാമറ വൈസ് ആയാലും എനിക്ക് അധികം ഒരു ഇഷ്ടപ്പെട്ടില്ല, ക്യാമറ വർക്കൊന്നും എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ ആക്ഷൻ സീക്വൻസ് ചിലതൊക്കെ മമ്മൂട്ടിയുടെ ഭാഗത്തുള്ള എഫേർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ എഡിറ്റിംഗ് ഇച്ചിരി കൂടെ വേണമായിരുന്നു. അതോ ആക്ഷൻ്റെ ഒരു സീക്വൻസ് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല. ആ ഒരു രംഗങ്ങൾ എടുത്ത് വെച്ച്, ആ ഒരു സീൻസ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കി എല്ലാം അടിപൊളിയാണ്. കോംബോ ആക്ഷൻ സീക്വൻസ് ഒന്നും മോശമൊന്നല്ല. ആ ഒരു എനിക്കൊരു പേഴ്സണലി ആ ഒരു സംഭവം തോന്നിപ്പോയി. പക്ഷേ ആ BGM സ്കോറിലൊക്കെ ഹൈപ്പ് പിടിച്ചിട്ടുണ്ട് പടം, അതിലൊക്കെയാണ് കൊണ്ട് കൊളുത്തി പിടിച്ചിട്ടുണ്ട്. ക്രിസ്റ്റോ എക്സിവറാണ് മ്യൂസിക്, അടിപൊളി മ്യൂസിക് ആയിരുന്നു. ബ്രഹ്മയുഗത്തിലാണ് പുള്ളിക്കാരൻ്റെ ഫസ്റ്റത്തെ ഇൻട്രോ വന്നിട്ടുള്ള മ്യൂസിക് ഡയറക്ടറായിട്ട്. വെൽഡൺ മ്യൂസിക്. ആ മ്യൂസിക്കിൻ്റെ BGM സ്കോർ പാടിയിരിക്കുന്ന അർജുൻ അശോകാണ്. അത് ഗംഭീരമായ BGM സ്കോർ നല്ലോണം അത് പാടിയിട്ടുണ്ട് അർജുൻ അശോക്. ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ അർജുൻ അശോക് ഇങ്ങനെയൊക്കെ പാടുമെന്ന് ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞു വന്ന പോലെ ആ ഒരു കോംബോ നമ്മുടെ പീറ്റർ ഹെയ്നാണ് പുലിമുരുകൻ്റെ ഒരു കോംബോ. പക്ഷെ ആ പീറ്റർ ഹെയ്ൻ്റെ ഒരു ആക്ഷൻ സീക്വൻസിൽ ക്യാമറയ്ക്കൊക്കെ ഒരു പക്ക ഒരു എഫിഷ്യൻസി ഉണ്ട്, ഒരു
നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ട്. പക്ഷെ ഈ ഫീനിക്സ് പ്രഭുവിൻ്റെ ആ ഒരു ആക്ഷൻ ഫ്രീക്വൻസി ഒരു നീറ്റ് ആൻഡ് ക്ലീൻ എനിക്ക് തോന്നിയില്ല ആ ക്യാമറ വർക്കിൽ. അത് ഭയങ്കര മോശമായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഷേക്കി ആയിരുന്നു, ഭയങ്കര ഷേക്കി ആയിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അത് വ്യക്തമായിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് എനിക്ക് അത് തോന്നിയിട്ടില്ല. ആ ഒരു ആക്ഷൻ സീക്വൻസ് കോറിയോഗ്രാഫർ വെച്ചാണ് ഞാൻ പറയുന്നത്, മമ്മൂട്ടി വെച്ചല്ല. ആ ഒരു മമ്മൂട്ടി അത് എഫേർട്ട് എന്ന കാര്യത്തിൻ്റെ യാതൊരു സംശയമില്ല, പുള്ളിക്കാരൻ്റെ 100% എഫേർട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ ആക്ഷൻ സീക്വൻസിൻ്റെ കോറിയോഗ്രാഫർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പം എന്തായാലും മസ്റ്റ് വാച്ചിങ് തിയേറ്റർ സാധനമാണ്. അഡാറൊരു കോംബോ പാക്ക് തന്നെയാണ്. മിഥുൻ മാനൽ പറഞ്ഞ പോലെ പഞ്ച് പവറും ബാക്കി എല്ലാ കോമഡി ഇനങ്ങളും എല്ലാം വർക്കൗട്ട്. മമ്മൂട്ടിയുടെ കോമഡിയൊക്കെ അസാധ്യം. നമ്മൾ തുറുപ്പുകാനിലൊക്കെ കണ്ട മമ്മൂട്ടി നമുക്ക് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും മസ്റ്റ് വാച്ചിങ് തിയേറ്റർ സാധനമാണ്. കോംബോ പാക്ക് ഇടി സാധനം സെറ്റ്. അപ്പോൾ കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം അനന്ത് KC. എല്ലാം ആവട്ടെ.